സനോജ്, ഇയാൾ ഈ പണമെല്ലാം തട്ടിയെടുത്ത് ആഡംബര ജീവനം നയിക്കുകയായിരുന്നു എന്നാണോ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന അന്വേഷണ സംഘം? തീർച്ചയായിട്ടും മനു, UDF ഭരിക്കുന്ന കോട്ടയം നഗരസഭയിൽ കോടിക്കണക്കിന് രൂപ, അതായത് 2,39,00,000 രൂപ സാധാരണക്കാരായ നിരാലംബരായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കേണ്ട പെൻഷൻ തുകയാണ് ഈ പ്രതി തട്ടിയെടുത്തത്. ഈ തുക തട്ടിയെടുത്തിട്ടും അത് കണ്ടെത്തുവാൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഓഡിറ്റ് റിപ്പോർട്ടിലൂടെയാണ് ഈ പ്രതി ഇത്രത്തോളം കോടി രൂപ തട്ടിയെടുത്തുവെന്ന് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തിയിട്ടും നഗരസഭ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പക്ഷേ ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുന്നു. അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുന്നു. ഈ അഖിൽ സി വർഗീസ് ഒളിയിൽ പോകുന്ന സാഹചര്യമുണ്ടായി. പോലീസ് അന്വേഷിച്ചെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചതിനു ശേഷം കോട്ടയം വിജിലൻസിന് ഈ കേസ് കൈമാറുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി വിജിലൻസ് ഇദ്ദേഹത്തിന്റെ പിന്നാലെയായിരുന്നു. കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പലവിധ മാർഗങ്ങളും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഈ അഖിൽ സി വർഗീസ് സമർത്ഥനായിട്ടുള്ള ഒരു ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരിടത്ത് പോലും ഫോൺ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും ലിക്വിഡ് മണി ഉപയോഗിച്ച്, അതായത് ക്യാഷ് കൊടുത്താണ് പുള്ളിയുടെ ഇടപാടുകളെല്ലാം നടത്തിയിരുന്നത്. മൈസൂർ, ചെന്നൈ, ആന്ധ്രാപ്രദേശ്, അങ്ങനെ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ, ഇതര സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ഇദ്ദേഹം മാറി മാറി താമസിച്ചു. ഓരോ ലോഡ്ജുകളിലും ഇദ്ദേഹം പൈസ ഇടപാടുകൾ നടത്തിയിരുന്നത് ക്യാഷ് കൊടുത്തുകൊണ്ടാണ്. 4